നമ്മുടെ കേരളത്തിലെ വീടുകളിൽ ഏറ്റവും കൂടുതൽ ഭയവും ആശങ്കയും വിതയ്ക്കുന്ന, പലപ്പോഴും ഉറക്കം കെടുത്തുന്ന ഒരു വാക്ക് കന്നിമൂല. നിങ്ങളുടെ വീട്ടിൽ സമാധാനം കുറവാണോ? പണം കയ്യിൽ നിൽക്കുന്നില്ലേ? അകാരണമായ അസുഖങ്ങൾ വേട്ടയാടുന്നുണ്ടോ? എങ്കിൽ ഉടനെ തന്നെ നാട്ടിലെ കാരണവന്മാരോ പറയും അതെല്ലാം കന്നിമൂലയുടെ ദോഷമാണ് എന്ന്. കന്നിമൂലയിൽ കക്കൂസ് വരാൻ പാടില്ല, കന്നിമൂല താഴ്ന്നു കിടക്കാൻ പാടില്ല, അവിടെ കിണർ പാടില്ല, അവിടെ ആരും താമസിക്കാൻ പാടില്ല. ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത നിയമങ്ങളാണ് കന്നിമൂലയെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നത്. ഇതൊക്കെ കേട്ട് ഭയന്ന് ലക്ഷങ്ങൾ മുടക്കി പണിത വീടിന്റെ ഭാഗങ്ങൾ പൊളിച്ചു പണിതവരുണ്ട്. സമാധാനം കിട്ടാൻ വേണ്ടി പൂജകൾ ചെയ്ത് പണം കളഞ്ഞവരുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് ഈ കന്നിമൂല? വാസ്തുശാസ്ത്രം പറയുന്ന കാര്യങ്ങളിൽ എത്രത്തോളം സത്യമുണ്ട്? ഇതിന്റെ പേരിൽ നമ്മൾ വഞ്ചിതരാകുന്നുണ്ടോ? ഒരു സെന്റ് ഭൂമിയിൽ വീട് വെക്കുന്നവൻ എവിടെയാണ് കന്നിമൂല? ഭയമല്ല, വേണ്ടത് അറിവാണ്. ആദ്യം തന്നെ എന്താണ് കന്നിമൂല എന്ന് നോക്കാം. നമ്മുടെ പുരയിടത്തിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തെയാണ് കന്നിമൂല എന്ന് വിളിക്കുന്നത്. വാസ്തുശാസ്ത്ര പ്രകാരം അഷ്ടദിക്കുകളിൽ നിർഋതി എന്ന ദേവന്റെ സ്ഥാനമാണിത്. നിർഋതി എന്നത് അസുരനാണ് എന്നും അതിനാൽ അവിടെ അശുദ്ധി പാടില്ല എന്നും അവിടെ ഭാരം വരണം എന്നുമൊക്കെയാണ് പൊതുവെയുള്ള വിശ്വാസം. വാസ്തുശാസ്ത്രം എന്നത് സത്യമാണ്, അത് പ്രകൃതിയുടെ ശാസ്ത്രമാണ്. പക്ഷെ ഇന്ന് നമ്മൾ കേൾക്കുന്ന കന്നിമൂല ശാസ്ത്രം എന്നത് പലപ്പോഴും ശുദ്ധ അസംബന്ധമാണ്. കന്നിമൂല താഴ്ന്നു കിടക്കാൻ പാടില്ല, അവിടെ കുഴിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരു 5 സെന്റോ 10 സെന്റോ ഒക്കെ സ്ഥലമുള്ളവർക്ക് കന്നിമൂല നോക്കാം. പക്ഷേ 1 സെന്റ് സ്ഥലത്ത് വീട് വെക്കുന്ന ഒരാളോട് കന്നിമൂല എവിടെയാണെന്ന് ചോദിച്ചാൽ എന്തു മറുപടി പറയും? അപ്പോൾ നമ്മൾ ചിന്തിക്കണം, ഈ പറയുന്ന ദോഷങ്ങളൊക്കെ നമ്മുടെ മനസ്സിന്റെ സൃഷ്ടിയാണോ എന്ന്. അതുകൊണ്ട് കന്നിമൂല എന്ന ആശയത്തെ അന്ധമായി വിശ്വസിച്ച് ഭയപ്പെടേണ്ട ഒരു കാര്യവുമില്ല. എങ്കിലും കേരളത്തിന്റെ കാര്യം വരുമ്പോൾ സ്ഥിതി കുറച്ച് വ്യത്യസ്തമാണ്. നമ്മുടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത അനുസരിച്ച് കന്നിമൂലയ്ക്ക്, അതായത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തിന് ചില പ്രാധാന്യങ്ങളുണ്ട്. അത് എന്താണെന്ന് ശാസ്ത്രീയമായി മനസ്സിലാക്കാം. നമ്മുടെ കേരളത്തിന്റെ ഭൂപ്രകൃതി ഒന്ന് നോക്കൂ. കിഴക്ക് സഹ്യപർവ്വതം അഥവാ പശ്ചിമഘട്ടം, പടിഞ്ഞാറ് അറബിക്കടൽ. ഇങ്ങനെ ഒരു ഘടന ഇന്ത്യയിൽ വേറെ എവിടെയുമില്ല. തെക്ക് മുതൽ വടക്ക് വരെ നീണ്ടുകിടക്കുന്ന വലിയൊരു മതില് പോലെയാണ് പശ്ചിമഘട്ടം നിൽക്കുന്നത്. പാലക്കാട് വാളയാർ ചുരത്തിൽ മാത്രമാണ് ഇതിനൊരു വിടവുള്ളത്. അതുകൊണ്ടാണ് പാലക്കാട് മാത്രം കാലാവസ്ഥയിൽ മാറ്റം വരുന്നത്. ഈ പശ്ചിമഘട്ടവും അറബിക്കടലും ചേർന്നാണ് കേരളത്തിലെ കാറ്റിന്റെ ഗതി നിയന്ത്രിക്കുന്നത്. കേരളത്തിൽ തെക്ക് പടിഞ്ഞാറൻ കാറ്റ് വീശുന്നത് തെക്കുനിന്ന് വടക്ക് കിഴക്ക് ഭാഗത്തേക്കാണ്. അതായത് വീടിന്റെ കന്നിമൂല ഭാഗത്തു നിന്ന് ഉമ്മറത്തേക്ക് കാറ്റ് വീശും. ഇവിടെയാണ് കന്നിമൂലയുടെ ശുദ്ധിക്ക് പ്രസക്തി വരുന്നത്. പഴയകാലത്ത് നമ്മുടെ വീടുകളിൽ കക്കൂസ് എന്ന് പറയുന്നത് വീടിന് പുറത്ത് കുഴിയെടുത്ത് ഉണ്ടാക്കുന്നവയായിരുന്നു. സെപ്റ്റിക് ടാങ്ക് സംവിധാനം അന്നില്ലായിരുന്നു. അപ്പോൾ വീടിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത്, അതായത് കന്നിമൂലയിൽ ഇത്തരമൊരു തുറന്ന കക്കൂസ് വെച്ചാൽ എന്ത് സംഭവിക്കും? അവിടെ നിന്നുള്ള ദുർഗന്ധം കാറ്റിലൂടെ നേരെ വീടിന്റെ അകത്തേക്ക് വരും. ഉമ്മറ തിരിക്കുന്നവർക്കും അടുക്കളയിൽ ഇരിക്കുന്നവർക്കും ആ ദുർഗന്ധം സഹിക്കേണ്ടി വരും. മാത്രമല്ല, അശുദ്ധമായ വായു ശ്വസിക്കുന്നത് വീട്ടിലുള്ളവരുടെ ആരോഗ്യത്തെ ബാധിക്കും. അത് അസുഖങ്ങൾക്ക് കാരണമാകും. വീട്ടിൽ വരുന്ന അതിഥികൾക്കും അത് ബുദ്ധിമുട്ടുണ്ടാക്കും. ഇതൊഴിവാക്കാനാണ് പണ്ടുള്ളവർ കന്നിമൂല ശുദ്ധമായി സൂക്ഷിക്കണം എന്ന് പറഞ്ഞത്. അവിടെ മാലിന്യങ്ങൾ കൂട്ടിയിടരുത് എന്ന് പറഞ്ഞത്. അല്ലാതെ അവിടെ അസുരൻ ഇരിക്കുന്നത് കൊണ്ടല്ല. പക്ഷെ ഇന്ന് കാലം മാറി. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് അടച്ചുറപ്പുള്ള സെപ്റ്റിക് ടാങ്കുകളും ഗ്യാസ് ടൈറ്റ് ആയിട്ടുള്ള പൈപ്പുകളുമൊക്കെയാണ്. വീടിനുള്ളിൽ തന്നെ കുളിമുറിയും കക്കൂസും പണിയുന്ന കാലമാണിത്. അതുകൊണ്ട് ഇന്ന് കന്നിമൂലയിൽ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം വെക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. അത് വൃത്തിയായി സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ, ദുർഗന്ധം വരുന്നില്ലെങ്കിൽ അത് വാസ്തുദോഷമേയല്ല. അതുകൊണ്ട് ബാത്റൂം കന്നിമൂലയിലായിപ്പോയി എന്ന് പറഞ്ഞ് അത് പൊളിച്ചു കളയാൻ നിൽക്കരുത്. ഇനി കന്നിമൂലയിൽ നടാൻ പാടില്ലാത്ത മരങ്ങളെക്കുറിച്ച് വലിയ ചർച്ചകൾ നടക്കാറുണ്ട്. പുളിമരം കന്നിമൂലയിൽ പാടില്ല എന്ന് പലരും പറഞ്ഞു കേൾക്കാറുണ്ട്. സത്യം എന്താണെന്ന് വെച്ചാൽ പുളിമരം കന്നിമൂലയിൽ എന്നല്ല, വീടിന്റെ ഒരു മൂലയിലും നടാൻ പാടില്ലാത്ത മരമാണ്. പറമ്പിൽ വീടിനോട് ചേർന്ന് ഒരിടത്തും പുളിമരം വെക്കരുത്. മറ്റു മരങ്ങളുടെ വേരുകൾ ഭൂമിയിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോൾ പുളിമരത്തിന്റെ വേരുകൾ വശങ്ങളിലേക്ക് പടരുന്ന സ്വഭാവമുള്ളതാണ്. ഇത് വീടിന്റെ അടിത്തറയിലേക്ക് ഇറങ്ങി വികസിക്കുകയും കാലക്രമേണ വീടിന്റെ തറ പൊട്ടാൻ കാരണമാവുകയും ചെയ്യും. പുളിമരത്തിന്റെ വേരിന് അത്രയും ശക്തിയുണ്ട്. കോൺക്രീറ്റ് പോലും പൊട്ടിക്കാൻ അതിന് കഴിയും. അതുകൊണ്ടാണ് വീടിനടുത്ത് പുളിമരം പാടില്ല എന്ന് പറയുന്നത്. വീടിന്റെ ബലത്തെ ബാധിക്കും എന്നതുകൊണ്ടാണ്. പറമ്പിന്റെ അതിരുകളിലോ വീടിന് ദോഷം വരാത്ത ദൂരത്തോ പുളിമരം നടുന്നതിൽ തെറ്റില്ല. അതുപോലെ കന്നിമൂലയിൽ കിണർ വരാൻ പാടില്ല എന്ന് പറയാറുണ്ട്. ഇതിനും ഒരു ശാസ്ത്രമുണ്ട്. ഭൂമിശാസ്ത്രപരമായി നോക്കിയാൽ വടക്ക് കിഴക്ക് ഭാഗം അഥവാ ഈശാനകോണാണ് ഏറ്റവും താഴ്ന്ന ഭാഗമായി കണക്കാക്കുന്നത്. അവിടെയാണ് ഭൂഗർഭ ജലലഭ്യത കൂടുതലുണ്ടാകാൻ സാധ്യത. അതുകൊണ്ടാണ് കിണർ വരാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥാനം വടക്ക് കിഴക്ക് ഭാഗമാണെന്ന് പറയുന്നത്. അതുകൊണ്ട് കന്നിമൂലയിൽ, അതായത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കിണർ കുത്തിയാൽ ചിലപ്പോൾ വെള്ളം കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ കൂടുതൽ ആഴത്തിൽ കുഴിക്കേണ്ടി വരും. ഇതാണ് അതിലെ യുക്തി. പക്ഷേ ചില സ്ഥലങ്ങളിൽ ഭൂമിയുടെ കിടപ്പനുസരിച്ച് കന്നിമൂലയിൽ മാത്രമേ വെള്ളം കാണൂ. അല്ലെങ്കിൽ അവിടെ മാത്രമേ കിണർ കുത്താൻ സ്ഥലം കാണൂ. അങ്ങനെയാണെങ്കിൽ അവിടെ കിണർ കുത്തുന്നതിൽ ഒരു തെറ്റുമില്ല. കുടിവെള്ളം കിട്ടുക എന്നതാണ് പ്രധാനം. വാസ്തു നോക്കി വടക്ക് കിഴക്ക് കുഴിച്ചിട്ട് വെള്ളം കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? അതുകൊണ്ട് വെള്ളം എവിടെ കിട്ടുമോ അവിടെ കിണർ കുത്താം. അതിൽ ഭയപ്പെടേണ്ട കാര്യമില്ല.
ഇനി കന്നിമൂലയിൽ നടാൻ പാടില്ലാത്ത ചെടികൾ ഏതൊക്കെയാണെന്ന് പലരും ചോദിക്കാറുണ്ട്. സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു ചെടി വാസ്തുശാസ്ത്രത്തിലില്ല. പ്രകൃതിയിലെ എല്ലാ ചെടികളും നല്ലതാണ്. നമ്മുടെ നാട്ടിൽ സാധാരണയായി കാണുന്ന പൂച്ചെടികളും ഔഷധച്ചെടികളുമെല്ലാം അവിടെ വെച്ച് പിടിപ്പിക്കാം. അത് വീടിന് ഭംഗിയും ഐശ്വര്യവും മാത്രമേ നൽകൂ. ചെടികൾ വെക്കുന്നതുകൊണ്ട് ഓക്സിജൻ ലഭ്യത കൂടും, അന്തരീക്ഷം തണുക്കും. കന്നിമൂലയിൽ വരേണ്ട മുറി ഏതാണെന്ന് പലരും ചോദിക്കാറുണ്ട്. കേരളത്തിലെ വാസ്തുവിധി പ്രകാരം പ്രധാന കിടപ്പുമുറി, അതായത് ഗൃഹനാഥന്റെ കിടപ്പുമുറി കന്നിമൂലയിൽ വരുന്നതാണ് ഉത്തമമെന്ന് പറയുന്നു. ഇതിനും ഒരു കാരണമുണ്ട്. തെക്ക് പടിഞ്ഞാറ് ഭാഗം എന്ന് പറയുന്നത് വീടിന്റെ ഏറ്റവും ഭാരമുള്ള ഭാഗമായിരിക്കണം എന്നാണ് പ്രമാണം. ഉയരം കൂടിയ ഭാഗം എന്നും പറയാം. വീടിന്റെ സുരക്ഷയ്ക്കും ബലത്തിനും ഇത് നല്ലതാണ്. ഗൃഹനാഥൻ അവിടെ കിടക്കുമ്പോൾ അദ്ദേഹത്തിന് വീടിന്റെ എല്ലാ ഭാഗത്തേക്കും ശ്രദ്ധയെത്താനും ഒരു അധികാരം നിലനിർത്താനും സാധിക്കുമെന്നാണ് വിശ്വാസം. പക്ഷെ ഇന്ന് ഫ്ളാറ്റുകളിലും ചെറിയ വീടുകളിലും താമസിക്കുന്നവർക്ക് ഇതെപ്പോഴും നടക്കണമെന്നില്ല. ഇനി അവിടെ കിടപ്പുമുറി വന്നില്ലെങ്കിലും കുഴപ്പമില്ല. വടക്ക് കിഴക്ക് ഭാഗത്ത് കിടപ്പുമുറി വന്നാലും കുഴപ്പമില്ല. പ്രധാനം ആ മുറിയിൽ കിടന്നുറങ്ങുന്നവർക്ക് സമാധാനം കിട്ടുന്നുണ്ടോ എന്നതാണ്. വീട്ടിലുള്ളവർക്ക് പരസ്പര സ്നേഹവും ഐക്യവും ഉണ്ടെങ്കിൽ ഏതു മുറിയിൽ കിടന്നാലും സമാധാനമുണ്ടാകും. കന്നിമൂലയിൽ കിടന്നതുകൊണ്ട് മാത്രം ദാമ്പത്യം വിജയിക്കില്ല. സ്നേഹവും വിട്ടുവീഴ്ചയും ആണ് ആവശ്യം. കേൾക്കുന്ന ഒരു വലിയ കാര്യമാണ് നെഗറ്റീവ് എനർജി. കന്നിമൂല ശരിയല്ലെങ്കിൽ വീട്ടിലേക്ക് നെഗറ്റീവ് എനർജി വരും, വലിയ നഷ്ടം സംഭവിക്കും, മരണം വരെ സംഭവിക്കും എന്നൊക്കെ ചിലർ ഭയപ്പെടുത്താറുണ്ട്. ഇതൊക്കെ വെറും തട്ടിപ്പാണ് എന്ന് മാത്രമേ പറയാൻ കഴിയൂ. നെഗറ്റീവ് എനർജി, പോസിറ്റീവ് എനർജി എന്നൊന്നില്ല. എനർജി അഥവാ ഊർജം ഒന്നേയുള്ളൂ. നമ്മുടെ മനസ്സിന്റെ ചിന്തകളാണ് യഥാർത്ഥ എനർജി. നമ്മൾ എപ്പോഴും ഭയത്തോടെയും സംശയത്തോടെയും ജീവിച്ചാൽ അതാണ് നെഗറ്റീവ് എനർജി. നമ്മൾ സന്തോഷത്തോടെയും പ്രതീക്ഷയോടെയും ജീവിച്ചാൽ അതാണ് പോസിറ്റീവ് എനർജി. മരണം എന്നത് പ്രകൃതി നിയമമാണ്. ജനിച്ചാൽ മരിച്ചേ തീരൂ. അതിനെ കന്നിമൂലയുമായി ബന്ധിപ്പിക്കേണ്ട കാര്യമില്ല. കന്നിമൂല ശരിയല്ലെങ്കിൽ മരിക്കും എന്ന് പറയുന്നത് അന്ധവിശ്വാസമാണ്. ഇനി മരണം തന്നെ നെഗറ്റീവാണോ എന്ന് ചിന്തിക്കുക. വീട്ടിലെ ഒരാൾ മരിച്ചാൽ ആ വീട്ടുകാർക്കത് തീരാത്ത നഷ്ടമാണ്, സങ്കടമാണ്. അവർക്ക് അത് നെഗറ്റീവാണ്. പക്ഷേ ശവപ്പെട്ടി ഉണ്ടാക്കുന്നയാളെ സംബന്ധിച്ച് ഒരാൾ മരിച്ചാലേ അയാളുടെ കച്ചവടം നടക്കൂ. അയാൾക്ക് ലാഭം കിട്ടണമെങ്കിൽ മരണം നടക്കണം. അപ്പോൾ അയാളെ സംബന്ധിച്ച് അത് പോസിറ്റീവല്ലേ? ഒരേ സംഭവം ഒരാൾക്ക് നഷ്ടവും മറ്റൊരാൾക്ക് ലാഭവുമാകുന്നു. അപ്പോൾ ഈ ലോകത്ത് നെഗറ്റീവെന്നും പോസിറ്റീവെന്നും വേർതിരിക്കാനൊന്നുമില്ല. എല്ലാം നമ്മുടെ കാഴ്ചപ്പാടാണ്. അതുകൊണ്ട് കന്നിമൂലയുടെ പേരിൽ ഭയപ്പെടുന്നത് നിർത്തുക. കന്നിമൂല താഴ്ന്നതുകൊണ്ടോ പൊങ്ങിയതുകൊണ്ടോ നിങ്ങളുടെ വീട്ടിൽ ലാഭമോ നഷ്ടമോ ഉണ്ടാകില്ല. വീട്ടിലുണ്ടാകുന്ന വഴക്കുകൾക്കും അസുഖങ്ങൾക്കും കന്നിമൂലയുമായി ഒരു ബന്ധവുമില്ല. അത് നമ്മുടെ പെരുമാറ്റത്തിന്റെയും ജീവിതശൈലിയുടെയും പ്രശ്നമാണ്. വീട് എന്നത് സമാധാനത്തോടെ ജീവിക്കാനുള്ള ഇടമാണ്. അവിടെ ഭയത്തിന് സ്ഥാനമില്ല. വീട് വെക്കുമ്പോൾ കാറ്റും വെളിച്ചവും ധാരാളമായി ലഭിക്കുന്ന രീതിയിൽ പണിയുക. വീടും പരിസരവും എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക. പൊട്ടിയ സാധനങ്ങളും വേണ്ടാത്ത വസ്തുക്കളും വീട്ടിൽ കൂട്ടിയിടാതിരിക്കുക. കുടുംബാംഗങ്ങൾ തമ്മിൽ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ജീവിക്കുക. അതാണ് യഥാർത്ഥ വാസ്തു. മനസ്സ് നന്നാണെങ്കിൽ വീടും നന്നാകും.